ചോദ്യം: വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? നമുക്കിവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിലത്തെ ഒന്നാമത്തെയും നാലാമത്തെയാണ് തെറ്റ്. അതായത് ഒന്നാമത്തെ കല്ലടയാറിൻ്റെ പതനസ്ഥാനം, അത് തെറ്റാണ്. നാലാമത്തെ മൺട്രോ തുരുത്തു ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ്, അതും തെറ്റാണ്. ചോദ്യം: മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചതാര്? ഉത്തരം: ആനി ബസന്റ്. ചോദ്യം: നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാര്? ഉത്തരം: PC ഗോപാലൻ. ശരിയായവ ഏതെല്ലാം? നമുക്കിവിടെ 3 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ജോഡികളാണ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതൊക്കെയാണ്? പ്രതിരോധവും ആണവോർജവും. രണ്ടാമത്തെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് കൃഷി, മത്സ്യബന്ധനം. ചോദ്യം: ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം: ഫെബ്രുവരി 2. കേരളത്തിൻ്റെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? ഉത്തരം: 9. ചോദ്യം: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? നമുക്കിവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിലത്തെ 2ഉം 3ഉമാണ് ശരി. അതായത് രണ്ടാമത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. മൂന്നാമത്തെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ചോദ്യം: വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്കിവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 3ഉം ശരിയാണ്. ഒന്നാമത്തെ അഴിമതി നിയന്ത്രിക്കുന്നതിന്, രണ്ടാമത്തെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കാൻ, മൂന്നാമത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ. ചോദ്യം: പല്ലിൻ്റെ ആന്തരഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികളേവ? നമുക്കിവിടെ 4 ജോഡി തന്നിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെയും നാലാമത്തെയാണ് ശരി. അതായത് മൂന്നാമത്തെ പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. നാലാമത്തെ സിമൻഡം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കല. ചോദ്യം: ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ഉത്തരം: ജീവകം E.